വയനാട്ടിലെ ബീനാച്ചി ഹൈസ്കൂളിൽ അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥികളാണ് സമരം നടത്തുന്നത്. 2013-ൽ കേന്ദ്ര സർക്കാരിന്റെ RMSA പദ്ധതി പ്രകാരം ഹൈസ്കൂളായി ഉയർത്തിയ ഇവിടെ ഇതുവരെ ആവശ്യത്തിന് അധ്യാപകരെ നിയമിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകിയ എല്ലാ ഉറപ്പുകളും ലംഘിക്കപ്പെട്ടതോടെയാണ് ബീനാച്ചി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയപാതയോരത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയത്. അധ്യാപകരെ ലഭിച്ചില്ല, അധ്യാപകരെ നിയമിക്കാൻ നടപടി വേണം സർക്കാർ. ഹൈസ്കൂൾ തുടങ്ങി 2.5 വർഷമായിട്ടും അധ്യാപകരെ നിയമിക്കാനോ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. താൽക്കാലിക അധ്യാപകർക്ക് രക്ഷിതാക്കളാണ് ശമ്പളം നൽകുന്നത്. 5000 രൂപയാണ് ഞങ്ങൾ അധ്യാപകർക്ക് താൽക്കാലികക്കാർക്ക് വേതനമായി കൊടുക്കുന്നത്. ഒരു മാസം 35,000 രൂപ പിരിച്ച് വീട്ടിലേക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടുകാരുടെ നല്ല സഹായത്തോട് കുറച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണെന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾക്ക് ഇക്കൊല്ലം 10ാം ക്ലാസ് ചെയ്തതിൻ്റെ കുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ ഈ പരീക്ഷയിൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടുമോയെന്ന് അറിയില്ല. കാരണം ഇവിടെ സെൻറ്റർ ഉണ്ടോയെന്നും അറിയില്ല. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാരം ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് കുട്ടികളുടെ തീരുമാനം. റിപ്പോർട്ടർ, വയനാട്.